യു.പി.എ. സർക്കാർ മുംബൈ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന് നൽകിയ 212 കോടിയും പൊക്കി ജോൺ ബ്രിട്ടാസ്. നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയാനും അത് അംഗീകരിക്കാനും താൻ ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് തരൂരിനെതിരെ ഒരു കുറിപ്പിലൂടെ ജോൺ ബ്രിട്ടാസ്. സർവകക്ഷി സംഘത്തിൽ ഇരുവരുമുണ്ട്. സ്കോർ ചെയ്യുന്നത് തരൂർ തന്നെയാണ്. ഒരുപക്ഷെ അതിന്റെ ചൊറിച്ചിലായിരിക്കും ഇപ്പോൾ പല കാര്യങ്ങളും കുത്തിപ്പൊക്കി തരൂരിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെയും സംസാരിക്കാൻ ബ്രിട്ടാസിനെ പ്രേരിപ്പിക്കുന്നത്. ഇത് പറയേണ്ടത് ഇപ്പോഴാണോ എന്ന ചോദ്യം ബ്രിട്ടാസിനെതിരെ ഉയരുകയാണ്. ശശി തരൂരിനെതിരെ വിമർശനവുമായി CPM രാജ്യസഭ MP ജോൺ ബ്രിട്ടാസ്. യു.പി.എ. സർക്കാർ മുംബൈ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ 212 കോടി സഹായം നൽകിയത് തരൂർ മറന്നോ എന്ന് ജോൺ ബ്രിട്ടാസ്. പാകിസ്ഥാനുമായി പ്രശ്നങ്ങളുണ്ടായി തീവ്ര ദേശീയത പറയുന്ന ഘട്ടങ്ങളിൽ പോലും ആ രാജ്യത്തിന് സഹായം നൽകാനുള്ള സന്നദ്ധത ഇന്ത്യ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മയിലില്ലേ? 2014 ജമ്മു കാശ്മീരിലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പാകിസ്ഥാന് സഹായം നൽകാം എന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. യു.പി.എ. സർക്കാരിൽ മന്ത്രിസ്ഥാനം കൈയാളിയിരുന്ന വ്യക്തി കൂടിയാണ് തരൂർ എന്നും അവശ്യം ഓർത്തിരിക്കേണ്ടത് പോലും തരൂർ മറന്നത് എന്തുകൊണ്ടാണ് എന്നും ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനമനുസരിച്ച് നൽകിയ സഹായത്തെ സങ്കുചിത രാഷ്ട്രീയ നേട്ടത്തിനായി ശശി തരൂർ ഉപയോഗിക്കരുതായിരുന്നു എന്നും ജോൺ ബ്രിട്ടാസ് വിമർശിച്ചു. ജോൺ ബ്രിട്ടാസ് പങ്കുവച്ച കുറിപ്പ് വായിക്കാം. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹത്തിനൊപ്പം മുൻപ് IT സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഇപ്പോൾ വിദേശകാര്യ സ്ഥിരം സമിതിയിലും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിദേശ സന്ദർശനത്തിനുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് വൈമുഖ്യം കാണിച്ചതിനെ തുറന്നെതിർക്കാനും ഞാൻ മടിച്ചിട്ടില്ല. എന്നാൽ 2 വർഷം മുൻപ് 2023 ഫെബ്രുവരി 6-ന് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പമുണ്ടായപ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ദോസ്തിന്റെ ഭാഗമായി കേരളം തുർക്കിക്ക് ധനസഹായം നൽകിയതിനെ എടുത്തു പറഞ്ഞു വിമർശിക്കാൻ ശശി തരൂർ വ്യഗ്രത കാണിച്ചത് എന്നെയും അമ്പരപ്പിക്കുകയാണ്. മാനുഷിക പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രാഷ്ട്രീയ ശത്രുതയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. ആഗോള പൗരൻ എന്ന നിലയിലും പ്രശസ്തനായ അന്താരാഷ്ട്ര നയതന്ത്രജ്ഞൻ എന്ന നിലയിലും ഇത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ് എന്നിരിക്കെ അദ്ദേഹം ഇത് എന്തുകൊണ്ട് വിസ്മരിച്ചു? പാകിസ്ഥാനുമായി പ്രശ്നങ്ങൾ ഉണ്ടായി തീവ്ര ദേശീയത പറയുന്ന ഘട്ടങ്ങളിൽ പോലും ആ രാജ്യത്തിന് സഹായം നൽകാനുള്ള സന്നദ്ധത ഇന്ത്യ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മയിലില്ലേ? 2005 ഭൂകമ്പവേളയിലും 2010 വെള്ളപ്പൊക്കമുണ്ടായപ്പോഴും $2.5 കോടി വീതം ഇന്ത്യ പാകിസ്ഥാന് സഹായം നൽകിയിട്ടുണ്ട്. ഇന്നത്തെ വിലയ്ക്ക് 212 കോടി രൂപ. 2014 ജമ്മു കാശ്മീരിലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പാകിസ്ഥാന് സഹായം നൽകാം എന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. 2022 പാകിസ്ഥാനിലെ 1/3 ഭാഗവും വെള്ളത്തിനടിയിലായ വെള്ളപ്പൊക്കത്തിലും ഇന്ത്യ സഹായ പ്രഖ്യാപനം നടത്തി. തരൂർ ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി നയിച്ച 2ാം യു.പി.എ. സർക്കാർ പാകിസ്ഥാനിൽ 2010 പ്രളയം വന്നപ്പോൾ $2.5 കോടി നൽകിയത്. $2 കോടി UN-ലൂടെയും നൽകി. മൊത്തം കൊടുത്തത് $2.5 കോടി, ഏകദേശം 212 കോടി രൂപ. 2008-ലായിരുന്നു 26/11 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാകിസ്ഥാന്റെ അധീനമായ മുംബൈ ആക്രമണം. അത് കഴിഞ്ഞ് 2 കൊല്ലം ചെല്ലുമ്പോഴായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി. യു.പി.എ. സർക്കാരിൽ മന്ത്രിസ്ഥാനം കൈയാളിയിരുന്ന വ്യക്തി കൂടിയാണ് തരൂർ എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവശ്യം ഓർത്തിരിക്കേണ്ട അതുപോലും തരൂർ മറന്നത് എന്തുകൊണ്ട്? ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ നയിച്ച് അമേരിക്കയിലേക്ക് പുറപ്പെടുന്ന ഘട്ടത്തിലാണ് കേരള സർക്കാരിന്റെ വർഷങ്ങൾക്ക് മുൻപുള്ള നടപടി അനുസ്മരിച്ച് വിമർശിക്കാൻ തരൂർ തയ്യാറായത് എന്നതാണ് ഏറെ കൗതുകകരം. വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനമനുസരിച്ച് നൽകിയ സഹായത്തെ സങ്കുചിത രാഷ്ട്രീയ നേട്ടത്തിനായി അദ്ദേഹം ഉപയോഗിക്കരുതായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഇതിലും മെച്ചപ്പെട്ട പ്രതികരണങ്ങൾ ആരും ആഗ്രഹിക്കും. എന്തിനായിരിക്കാം അദ്ദേഹം തന്റെ പദവി ഇടിച്ചു താഴ്ത്തിയും കൃത്രിമ മറവി രോഗത്തിന് അടിമപ്പെട്ടും ഇത്തരം ഒരു സാഹസിക കൃത്യത്തിന് മുതിർന്നത്? ആരെ തൃപ്തിപ്പെടുത്താനാണിത്? ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. എന്തൊക്കെയായാലും ശശി തരൂർ നമ്മുടെ അഭിമാനമാവുകയാണ്. പാകിസ്ഥാനെതിരെ ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദവും മുഖവുമായിരിക്കുകയാണ് തരൂർ. ഒരു രാഷ്ട്രീയക്കാരൻ എന്നത് മാറ്റിവെച്ച് ഒരു രാജ്യസ്നേഹിയാണ് താൻ എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ജോൺ ബ്രിട്ടാസ് ചങ്കിൽ ചൈനയെ കൊണ്ട് നടക്കുന്നവർക്ക് നാക്കുവടിച്ചിട്ട് വന്നാലും ഭാരതീയനാണ് ഞാൻ എന്ന് പറയാൻ വിമിഷ്ടമുണ്ടാകും. ന്യൂസ് ഡെസ്ക് കർമാനസ്.